ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഗ്ലൂട്ടാത്തയോൺ. നമുക്കതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ? ഈ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങയുടെ പകുതി മതി നമുക്ക്, 2 നെല്ലിക്ക, ഒരു ആപ്പിള്, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്. ഇത്രയും നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് മുറിച്ചെടുക്കാം. ഈ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുമിച്ച് നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കുറച്ച് നെല്ലിക്ക, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീട്രൂട്ട്, കുറച്ച് ആപ്പിള്, പിന്നെ അരമുറി നാരങ്ങ പിഴിഞ്ഞാണ് ഇത്ര ഞാൻ തയ്യാറാക്കുന്നത്. അതിനുശേഷം ബാക്കി പിന്നീട് അതേപോലെ തന്നെ ഒന്നുകൂടെ, അങ്ങനെ 2 തവണയായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പോൾ ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നതിനായിട്ട് ഈ ഒരു മോൾഡിലോട്ട് മാറ്റാം. ഇത് ഐസ് മോൾഡാണ്. നമ്മൾ ഈ ഫ്രീസറിലൊക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കത്തില്ലേ ഐസ് ക്യൂബ്സ് ആക്കാൻ വേണ്ടി, ആ ഒരു മോൾഡാണ്. അതിലേക്ക് ഗ്ലൂട്ടാത്തയോൻ്റെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റാകുന്നതിന് വേണ്ടി ഫ്രീസറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇത് കൂട്ടൊരു ക്യൂബ് നമുക്കെടുത്ത് ഇട്ട് കൊടുക്കാം. ഈ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഹെൽത്തിനും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂട്ടാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഫൈനലി ഈ ഒരു കളറിലാണ് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് കിട്ടുന്നത്. അത് ചൂടോടുകൂടി തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുത്ത് കഴിയുമ്പോൾ ടേസ്റ്റിലൊരു ചെറിയ മാറ്റമൊക്കെ വരും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യാനില്ല. ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു ഒരു ഫ്ലേവർ അത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ ഫോളോ ചെയ്യുകയും ചെയ്യുക. സീ യു അഗെയിൻ. താങ്ക് യു.